എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് വൃശ്ചികം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് 2025 വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. വൃശ്ചികം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രം വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം മെയ് 14 മുതൽ ഏഴാം ഭാവം 2025 മെയ് 14 മുതൽ വ്യാഴം ഏഴാം ഭാവം വിട്ട് അഷ്ടമരാശിയിലോട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതി അനിഷ്ടഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട് താനും. എന്നാലും ചില പ്രൊഫഷണൽസിന് ഈ കാലഘട്ടം അനുകൂലമാണ്. റിസർച്ച്, ടാക്സ്, ഇൻഷുറൻസ്, അഡ്വക്കേറ്റ്സ്, എയർപോർട്ട് ജോബ്സ്, ആസ്ട്രോളജി, ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, നിഗൂഢശാസ്ത്രം, ജയിലിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഓയിൽ ആൻഡ് ഗ്യാസ്, പട്ടാളം, പോലീസ്, ഹൈ സെക്യൂരിറ്റി ഏരിയ, ഈ വിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ ഈ വിധ മേഖലയിൽ ജോലി കിട്ടാനും അനുകൂലമാണെന്ന് പറയാൻ പറ്റും. മാനസിക ക്ലേശങ്ങൾ, തെറ്റിദ്ധാരണകൾ, അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ, ഉത്കണ്ഠ, ഇതൊക്കെ ഉണ്ടാവാം. കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ വീട് വെച്ച് മാറി താമസിക്കാനൊക്കെയുള്ള യോഗം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലി കിട്ടുന്നത് കൊണ്ട് മാറി താമസിക്കാനും ഇടയാകും. ജോലിയിൽ വെല്ലുവിളികൾ ഉണ്ടാകാം. ധാരാളം നിബന്ധനയുള്ള ജോലിയിൽ പ്രവേശിക്കാം. മാക്സിമം നിലവിലെ ജോലി റിസൈൻ ചെയ്യാതെ ശ്രദ്ധിക്കണം. ജോബ് സെക്യൂർ ആണെങ്കിൽ സാലറി റിവിഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ള പേരിൽ ഒരിക്കലും ഈ സമയത്ത് ജോലി റിസൈൻ ചെയ്യരുത്. അത് കുറേയധികം റിസ്ക് ഉണ്ട്. അനാവശ്യമായിട്ട് നമ്മൾ ഒരു സ്ട്രെസ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ടെർമിനേഷൻ ആകുന്ന വ്യക്തികൾ കുറച്ച് സമയം നമ്മൾ ക്ഷമയോടെ ശ്രമിക്കണം എന്നേ ഉള്ളൂ, ജോലി കിട്ടും. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് നമുക്ക് നിലവിൽ സെക്യൂർ ആയിട്ടുള്ളൊരു ജോലിയിൽ ഇരിക്കുന്ന ആളെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നിയിൽ നെക്സ്റ്റ് ഇയർ 2026 പകുതിക്ക് ശേഷം റിസൈൻ ചെയ്ത്, അങ്ങനെ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടുത്ത വർഷം പകുതിക്ക് ശേഷം റിസൈൻ ചെയ്യാം. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഈ സമയത്ത് ആ റിസ്ക് എടുക്കാനായിട്ട് പോകരുത്. താൽക്കാലിക ജീവനക്കാര്, കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെയും ജോലിയിൽ താൽക്കാലികമായ ചില വെല്ലുവിളികൾ ഉണ്ടാവുകയും ചെയ്യും. വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടമല്ല. വിവാഹിതരായ വ്യക്തികൾ പരസ്പരം ധാരണയും സ്നേഹവും നിലനിർത്തണം. ഇല്ലോസ് തമ്മിൽ ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. തടസ്സങ്ങൾ ഉണ്ടാവാം. സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടഭാവമായ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരാധീനവും ഭാഗ്യവും കുറച്ച് കുറവാണ് ഈ സമയത്ത്. ഭക്തിയും വിനയവും ഉണ്ടാവണം. വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതം മനസ്സിലാക്കി പാരായണം ചെയ്യണം. ഗ്രീൻ താരാമന്ത്രം കേൾക്കുന്നതും ജപിക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണം